ഗോപികൃഷ്ണനുണ്ട്. ഗോപി, ഈ സൈന്യം 30-ാം തീയതി തന്നെ ഉച്ചയോടെ എത്തുന്നു. അവർ ആ ദിവസം തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. അപ്പുറത്തുണ്ടായിരുന്ന കുറേ ആളുകളെ രക്ഷിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. താൽക്കാലിക പാലം നിർമ്മാണം, പിന്നെ ഈ ബെയിലി പാലം നിർമ്മാണം, ഇതൊക്കെ ശരിയാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്ത എന്ന് പറയുന്നത് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന മേജർ ജനറൽ മലയാളി കൂടിയായ VT മാത്യു തിരികെ പോയി എന്നാണ്. കളക്ടറടക്കം വലിയ സ്നേഹാദരങ്ങളോടെ യാത്രയപ്പ് നൽകിയെന്നുമാണ് പറയുന്നത്. പക്ഷേ ഈ ദൗത്യം എത്ര കാര്യക്ഷമമായി പൂർത്തീകരിച്ചിട്ടാണ് പോയത് അദ്ദേഹം, ഇതിന് നേതൃത്വം കൊടുത്ത ഈ VT മാത്യു? അത്തരം ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നില്ല. ഇപ്പോൾ ഐബോർഡ് പരിശോധന നടത്തുന്ന ഈ ഇന്ദ്രബാലൻ, ഇവരൊക്കെ ഈ പരിശോധനയെ വലിയ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന വയനാട്ടിലെ ജനത മാത്രമല്ല, കേരള ജനത ഒന്നാകെയാണ്. അതിൻ്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ കർണാടകത്തിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ബ്രീഫിങ്ങിലേക്ക് വന്നത്? ആ സ്ഥലത്തുള്ള ആളുകൾ തന്നെ അതത് ദിവസത്തെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം വന്നത് വളരെ വൈകിയാണ്. കേരളം അങ്ങനെ ഒരു നാടല്ലല്ലോ. അപ്പോൾ ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ഇന്ന് ഏത് രൂപത്തിലായിരുന്നു ഈ പരിശോധന, അതിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ വേണ്ടേ? ഇതിപ്പോൾ ഉപസമിതി ചേരുന്നു, അവരിലുള്ള മന്ത്രിമാർ പറയുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നു. ഇങ്ങനെ മാത്രമാണോ ഈ കാര്യങ്ങൾ പുറത്തറിയേണ്ടത്? വേണു, ഈ കാര്യത്തിൽ ഉറപ്പായും ഇപ്പോൾ സൈന്യം നേതൃത്വം കൊടുക്കുന്ന ഒരു ദൗത്യസംഘമാണ് തുടക്കം മുതൽ. ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ 30-ാം തീയതി മുതൽ ഇതിന്റെ രക്ഷാദൌത്യത്തിന്റെ ചുമതലകൾ ഏറ്റെടുത്ത് അവരായിരുന്നു ഈ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്തതെങ്കിൽ പോലും ഈ പരിശോധനയും ഈ ദുരന്തത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളുടെയും നേതൃത്വത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നത് അവിടുത്തെ ഈ സർക്കാരും ജില്ലാ ഭരണകൂടവുമാണ്. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു സൂപ്പർവിഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. കാരണം അവിടുത്തെ രക്ഷാദൌത്യം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തെ ഏൽപ്പിച്ചു, സൈന്യം എത്തി, സൈന്യം ഈ രക്ഷാദൌത്യത്തിൽ ഗ്രൗണ്ടിൽ നേതൃത്വം കൊടുത്തു, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അപ്പോഴും ഈ കാര്യങ്ങളിൽ ആത്യന്തികമായി കേരളത്തിലെ ജനങ്ങളോട്, ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ തന്നെ കാണാതായവരെ കുറിച്ച്, ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച്, ഇതിനകത്ത് ജീവൻ നഷ്ടപ്പെട്ടവരെ കുറിച്ച് എല്ലാമുള്ള ആധികാരികമായ കണക്കും വിവരങ്ങളും ഒക്കെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ, ബാധ്യതപ്പെട്ടവർ, അധികാരപ്പെട്ടവർ കേരളത്തിന്റെ സർക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ശിരൂരിലെ സാഹചര്യവും കേരളത്തിലെ ഈ വയനാട്ടിലെ ഈ ദുരന്ത സാഹചര്യവും തമ്മിൽ ഒത്തുവെച്ച് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശിരൂരിൽ ഈ പറഞ്ഞത് ശരിയാണ്. അവിടെ കർണാടക സർക്കാരിൽ നിന്ന് വിവരങ്ങൾ അറിയുന്നതിനൊപ്പം തന്നെ അവരുടെ ഈ പ്രസിനോടുള്ള ബ്രീഫിംഗ് ഒക്കെ വളരെ വൈകിയാണ് അവിടെ വന്നത്. കാരണം അവിടെ സൈന്യം എത്താനുണ്ടായ സാഹചര്യം തന്നെ മറ്റൊന്നായിരുന്നു. കേരളം വേണു പറഞ്ഞതുപോലെ അങ്ങനെയല്ല. കേരളത്തിൽ ഈ ദുരന്തവും നമുക്ക് ശിരൂരിലുണ്ടായ സംഭവവുമായി ചേർത്ത് വെച്ച് കാണാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഈ സൈന്യം തുടക്കത്തിൽ കാണിച്ച കാര്യക്ഷമത ഈ ദിവസങ്ങളിൽ എത്തുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ അത് സൈന്യത്തിന്റെ തിരച്ചിലിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടാകും എന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം തുടക്കത്തിലുള്ള അവസ്ഥയിൽ, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് എവിടെ നിന്നാണ് മൃതശരീരങ്ങൾ കിട്ടുന്നത്? കൂടുതലായിട്ട് മൃതശരീരങ്ങൾ ലഭിച്ചിട്ടുള്ളതെല്ലാം തന്നെ ചാലിയാറിന്റെ കൈവഴികളിലാണ്. വേണു തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകൃതി തന്നെയാണ് നമുക്ക് ഈ മൃതദേഹങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. പിന്നെ ശരിയാണ്, ചിലയിടങ്ങളിൽ നിന്ന് നമ്മുടെ മനുഷ്യസാധ്യമായ രീതിയിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള തിരച്ചിലിലൊക്കെ മൃതശരീരങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതായത് 30-40 അടി മണ്ണിനടിയിൽ കിടക്കുന്ന മൃതശരീരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ ചിന്നി ചിതറിപ്പോയ ശരീരഭാഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ആ ദുരന്തത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞത്, അതായത് വലിയ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാമല്ലോ വീണ്ടും വലിയ പാറക്കല്ലുകളും വലിയ മരങ്ങളും വലിയ കെട്ടിടാവശിഷ്ടങ്ങളും ഇതിനിടയിൽപ്പെട്ട് ആ ശക്തിയിൽ വരുന്ന വെള്ളത്തിൽ ഒലിച്ചുപോയി പലയിടങ്ങളിലേക്ക് ചിതറിത്തെറിച്ച് പോയവരാണ്. അപ്പോൾ അവരെ കണ്ടെത്തുക, അല്ലെങ്കിൽ അവരുടെ മൃതശരീരങ്ങൾ കണ്ടെത്തുക എന്നത് അതീവ ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അവിടെ സേനയ്ക്ക് ചെയ്യാനുള്ളത്, സേന ആദ്യഘട്ടത്തിൽ സൈന്യം വന്ന് നടത്തിയിട്ടുള്ള തിരച്ചിലാണ്. ആ തിരച്ചിലിൽ പരമാവധി എന്തൊക്കെ ചെയ്യാൻ കഴിയും ഓരോരോ മേഖലകൾ കേന്ദ്രീകരിച്ച്, പിന്നെ അവിടുത്തെ പ്രദേശവാസികൾ അവർ നൽകുന്ന വിവരങ്ങൾ, അവർ പറയുന്ന, അവർ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങൾ, അവർ അടയാളപ്പെടുത്തി കൊടുക്കുന്ന സ്ഥലങ്ങൾ, അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള തിരച്ചിലാണ്. പിന്നെ ശരിയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ, ഈ തിരച്ചിലിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ ഇന്ദ്രബാലൻ നടത്തിയിട്ടുള്ള തിരച്ചിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിൽ, ആ തിരച്ചിലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് സൈന്യം യുദ്ധമേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൈനുകളോ ഐഡികളോ അത്തരം സ്ഫോട വസ്തുക്കളോ കണ്ടെത്താൻ വേണ്ടി ഒരു മെറ്റൽ ഡിറ്റക്ടർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതൊരു ദുരന്ത മേഖലയിൽ മൃതശരീരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നത്
തികച്ചും ഇവിടെ ഒരു എക്സ്പെരിമെന്റ് എന്ന നിലയിൽ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ സേന തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ ശ്രമം അതിപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇനി ഈ മൃതശരീരങ്ങളായാലും ശരീരഭാഗങ്ങളായാലും അത് കിട്ടാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും തരത്തിലൊരു കോംപ്രമൈസ് അവിടെ ഉണ്ട് എന്ന് അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിടവും ഇനി തിരയാതെ വിട്ടു എന്നൊരു പരാതി ഉണ്ടാകരുത്, അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും തിരച്ചിൽ നടത്തണം എന്നത്. ശരി, ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീദ്, ഇന്നത്തെ തിരച്ചിലിന്റെ പുരോഗതി എന്തായിരുന്നു? അതുപോലെ തന്നെ പുത്തൂർ മലയിൽ ഇന്നും കൂട്ടസംസ്കാരം നടന്നു. പുത്തുമലയിൽ നാളെയും അങ്ങനെ അവിടെ സംസ്കാരം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? അങ്ങനത്തെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കൂടാതെ നാളത്തെ ആക്ഷൻ പ്ലാൻ എന്താണ്? വേണു, ഇന്നത്തെ തെരച്ചിലിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. അതായത് നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയുള്ള പുഞ്ചിരി മട്ടം, അതേപോലെ തന്നെ മുണ്ടക്കൈ, ഈ രണ്ട് പ്രദേശങ്ങളിലും ഇന്ന് കാര്യമായ തെരച്ചിലുകൾ നമ്മൾ കണ്ടില്ല. ഹിറ്റാച്ചികൾ പോലും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടില്ല. പകരം ഹിറ്റാച്ചി ഡ്രൈവർമാരൊക്കെ താഴെ കുറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം അവർ വൈകുന്നേരത്തോടെ മടങ്ങിപ്പോകുന്നതാണ് നമ്മുടെ കാഴ്ചയിൽ കണ്ടത്. അതേസമയം ഏതാണ്ട് 11 മണിയോടുകൂടി സൈനിക ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തി. അതിനു മുൻപേ സന്നദ്ധ പ്രവർത്തകരെത്തി ഈ മണ്ണൊക്കെ മാറ്റി ചെറിയ രീതിയിലുള്ള പരിശോധന നടത്തി. പക്ഷേ അത് എഫക്റ്റീവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതല്ല. മാത്രവുമല്ല, അവർ ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞു ഏതാണ്ട് 90% ആദ്യഘട്ട പരിശോധനയിൽ 90% ഈ മേഖലകളിൽ പൂർത്തിയാക്കി. പിന്നാലെ കാര്യമായ എന്തെങ്കിലും പരിശോധനയും തിരച്ചിലും നടന്നിട്ടുള്ളത് അത് ഈ ചൂരൽമലയിലായിരുന്നു. ചൂരൽമലയിൽ നമ്മൾ കണ്ടു ഹിറ്റാച്ച് ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നു, ഐബോർഡ് ഡ്രോൺ പരിശോധന കണ്ടു, അതടക്കമുള്ള കാര്യങ്ങൾ ചൂരൽമലയിൽ കണ്ടു. പക്ഷേ ഇന്ന് നമുക്ക് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ ചാലിയാറിന്റെ തീരം, നമ്മൾ ഈ സൺറൈസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ അവിടെ ദുർഘടമായ വഴികളും പാതകളും അല്ലെങ്കിൽ വനമേഖലയും ഒക്കെയാണ്. അവിടെയും ഇന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് എയർലിഫ്റ്റിംഗ് നടത്തിയൊക്കെ നമ്മൾ പരിശോധനകൾ കണ്ടു. ഏതായാലും ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇന്ന് ഈ ഭാഗത്തുണ്ടായത്. കാര്യക്ഷമമാണ്, അല്ലെങ്കിൽ മുൻ ദിവസങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള തെരച്ചിലും നമുക്ക് പറയാൻ കഴിയില്ല. ഏതാണ്ട് പ്രതീക്ഷയറ്റ മട്ടായിരുന്നു ഇന്നത്തെ തെരച്ചിലിൻ്റെ ആകെ മൊത്തം സ്വഭാവം. ഇനി നാളത്തെ തെരച്ചിലിനെ കുറിച്ച് പറഞ്ഞാൽ ഈ സൺറൈസ് മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നാളെയും പരിശോധന തുടരും. മാത്രവുമല്ല, ആർമി ഉദ്യോഗസ്ഥരോടക്കം സംസാരിച്ച് ഈ മേഖലകളിൽ നമ്മൾ പറഞ്ഞ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, ഈ 3 മേഖലകളിൽ നാളെ കുറച്ചുകൂടി സേനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരം അത് റവന്യൂ മന്ത്രി ഔദ്യോഗികമായി തന്നെ കൈമാറിയിട്ടുമുണ്ട്. അല്പസമയം മുൻപാണ് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത്. നാളെയും സമാനമായ രീതിയിൽ ആ ദൗത്യം അത് തുടരും. അത് ഏതെങ്കിലും തരത്തിലൊരു വൈകൽ അക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, സൂക്ഷ്മ പരിശോധന അതുണ്ടാകും എന്നുള്ളതാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് അറിയിക്കുന്ന കാര്യം. അതേസമയം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സന്നദ്ധ പ്രവർത്തകരുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. മാത്രവുമല്ല, ആർമി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അവരായിരിക്കും ഒരുപക്ഷെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള സൂചന ഇന്നലത്തെ അവലോകന യോഗത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ വാർത്തകൾ നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സൈന്യം പറയുന്നതിനനുസരിച്ചായിരിക്കും ഇനി തെരച്ചിലിൻ്റെ ഒരു പ്ലാൻ അതുണ്ടാവുക. അത് ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ ഉപകരണങ്ങൾ, ഏതൊക്കെ സ്പോട്ടുകൾ, അത് പ്രത്യേകിച്ച് ചില സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധനയായിരിക്കും നാളെ ഉണ്ടാവുക. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകി.